ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം, അനുഗ്രഹം, സൗഖ്യം, വിടുതൽ ഈ രാത്രിയിൽ നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങളുടെ മനസ്സിൻ്റെ ഓരോ ദുഃഖവും വേദനയും നിസ്സഹായതയും ഈ രാത്രിയിൽ കർത്താവ് സുഖപ്പെടുത്തുന്നതാണ്. ഈ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും. കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. അവിടുന്ന് നിങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി, സമാധാനപരമായ ഒരു ജീവിതം നൽകി, ജീവിതത്തിന് വലിയ അർത്ഥം നൽകുന്ന ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ എല്ലാറ്റിനെയും ഓർത്ത് നന്ദി അർപ്പിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അതിനാൽ നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 100:1-5 വരെയുള്ള വാക്യങ്ങൾ. കൃതജ്ഞത ബലിക്കുള്ള സങ്കീർത്തനം. ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതമുതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. കർത്താവ് ദൈവമാണെന്നറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടുത്തേക്ക് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഇന്നുവരെ അങ്ങ് നൽകിയ ഓരോ അനുഗ്രഹത്തെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന ആവശ്യമുള്ളവരായ ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും, അവരുടെ കുടുംബങ്ങളെയും, ഭവനത്തെയും, അവരായിരിക്കുന്ന സ്ഥലത്തെയും സമൂഹത്തെയും നീ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ദൈവമേ അങ്ങ് അറിയുന്നുവല്ലോ. അവരുടെ ഹൃദയാഭിലാഷങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ സംരക്ഷണത്തിനു വേണ്ടി, അനുഗ്രഹത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കളുടെ ഹൃദയത്തിലെ ദുഃഖവും നിരാശയും മാറ്റി ദൈവീകമായ കൃപാകടാക്ഷങ്ങൾക്ക് ഇവർ പാത്രരാകുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ ദൈവമായ കർത്താവ്, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം, സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് നൽകി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകണമേ. നാളത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഏറ്റെടുത്ത് ഈ രാത്രിയിൽ കർത്താവിൻ്റെ സൗഖ്യവും വിടുതലും അനുഭവിച്ച് ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മനസ്സിൽ അടിഞ്ഞു കൂടിക്കിടക്കുന്ന എല്ലാ വേദനയും ദുഃഖവും ഈ രാത്രിയിൽ എടുത്തു മാറ്റണമേ. അങ്ങയുടെ സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ മനസ്സിൽ, ഹൃദയത്തിൽ ആരോടും പറയാത്ത പല ദുഃഖങ്ങളുണ്ട് കർത്താവേ. ഇതെല്ലാം അങ്ങേക്ക് അറിവുള്ളതാണ്. ഞങ്ങളുടെ ബലഹീനതകളെ മറികടക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ. എൻ്റെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ദൂരെ ആയിരിക്കുന്നവരെയും ദൈവമേ പ്രത്യേകം അങ്ങയുടെ സംരക്ഷണത്തിൻ കീഴിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെയെല്ലാം അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അപകടം മൂലം വേർപെട്ടു പോയ സഹോദരങ്ങളെ, സഹോദരിമാരെ ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ ആത്മാക്കൾക്ക് നിത്യജീവൻ നൽകുവാൻ അവരോട് കരുണയുള്ളാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളെ ഓരോന്നായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളിൽ നിറഞ്ഞു കവിയണമേ. കർത്താവേ, സഹായിക്കണമേ. ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി എല്ലാ ദുഃഖവും വേദനയും നിരാശയും മാറ്റി സന്തോഷത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ രാത്രിയിൽ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ, ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങളെ, ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ആവശ്യങ്ങളെ കർത്താവേ നീ നിറവേറ്റി തരണമേ. ഞങ്ങൾക്ക് എപ്പോഴും സുരക്ഷിതത്വവും സമൃദ്ധിയും നൽകി ദൈവത്തിൻ്റെ വത്സല കരങ്ങളിൽ ഞങ്ങളെപ്പോഴും ആയിരിക്കുന്നതിന്, ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ കരങ്ങൾ പിടിച്ച് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെപ്പോഴും സൗമ്യതയോടെ ആയിരിക്കുന്നതിന് ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കനിവ് തോന്നി ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത ചില വേളകളിൽ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഓരോ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഓരോ കാര്യം പ്രവർത്തിക്കുമ്പോഴും ദൈവമേ അങ്ങ് അതിന്മേൽ ഭരണം നടത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കും അവിടുന്ന് ഭരണം നടത്തണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവമേ അവിടുന്ന് ഭരണം നടത്തി ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി സമാധാനപൂർണമായ ജീവിതം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സൗഖ്യപ്പെടുത്തട്ടെ, സംരക്ഷിക്കട്ടെ, സുഖമായ ഉറക്കം നൽകി നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ, നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും ജീവിത പങ്കാളികളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ.